Hello friends, welcome to my channel Malabar Classic Kitchen. നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സൂപ്പിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സൂപ്പ് ഉണ്ടാക്കാൻ ഞാൻ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോയാലോ. ആദ്യം ചിക്കൻ വേവിക്കണം. അതിനായി ഞാനിവിടെ ഒരു 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലുള്ള പീസ് നോക്കി വേണം എടുക്കാൻ. ഇതിലോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതിലോട്ട് 3 കപ്പ് വെള്ളം ചേർക്കണം. ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ വേവിച്ച ചിക്കൻ മൊത്തം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ചിക്കൻ വേവിച്ച വെള്ളം നമുക്കൊന്ന് അരിച്ചെടുക്കാം. വേവിച്ച ചിക്കൻ്റെ എല്ലൊക്കെ മാറ്റി ഇതുപോലെ നീളമുള്ള പീസായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ 1/2 ടീസ്പൂൺ ബട്ടർ ചേർക്കുക. ബട്ടർ മെൽറ്റായിട്ടുണ്ട്. ഇതിലോട്ട് 7 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കാം. ഇത് വഴറ്റുക. ഇനി ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കാം. ഇതും നന്നായി വഴറ്റുക. ചിക്കൻ വേവിച്ച വെള്ളം ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. വേവിച്ച വെള്ളം ചേർക്കുന്ന സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയതാണ്. സോറി കേട്ടോ. ഇത് മിക്സ് ചെയ്യാം. ഇനി ചിക്കൻ പീസ് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലോട്ട് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. നിങ്ങളുടെ രുചിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് അല്പം വെള്ളം ചേർക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് സൂപ്പിലോട്ട് ചേർക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ ചേർക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ സൂപ്പ് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിൾ റെസിപ്പി അല്ലേ. ഇത് കുടിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് എളുപ്പം കിട്ടാവുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മടിക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.